എൻ്റെ പേര് ടോമി ഇലവുംകുന്നേൽ. കോതമംഗലത്താണ് താമസം. പരിശുദ്ധ ഫാത്തിമ മാതാവിലൂടെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 2005 ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എനിക്ക് 5 സ്ഥാപനങ്ങളുണ്ടായിരുന്നു. 5 സ്ഥാപനങ്ങളും ദൈവികമായ ഇടപെടൽ ഇല്ലാതിരുന്നത് കൊണ്ട് അതെല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ഞാനൊരു കോണിക്കൂടിലോട്ട് മാറേണ്ടി വന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും നടക്കുന്ന ഒരു 2 വീലറിലാണ്, അത് ഓടിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഒരു ദിവസം വണ്ടി ഓടിച്ചു പോകുമ്പോൾ വൈകുന്നേരം ഒരു 6:30-7 മണി ആയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ വണ്ടി മറ്റൊരു വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചു. ഞാൻ തെറിച്ച് മുകളിലോട്ട് പോയി. എൻ്റെ വണ്ടി തെറിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി. ദൈവാനുഗ്രഹത്തിൽ എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല, പക്ഷേ എനിക്ക് നല്ല പരിക്ക് പറ്റി. ഞാൻ നേരെ മുഖം അടിച്ചാണ് റോഡിൽ വീണത്. റോഡിൽ വീണ് എൻ്റെ മുഖം പൊട്ടി കീറിപ്പോയി. ഒരു വശത്തു നിന്ന് മറ്റേ വശം വരെ രക്തം ഒഴുകുകയും എല്ലാ വണ്ടികളും നിർത്തി. മുമ്പിൽ നിന്നും പുറകിൽ നിന്നും വന്ന വണ്ടികളൊക്കെ നിർത്തി. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ മരിച്ചുപോയി എന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ വണ്ടികളെല്ലാം നിർത്തിയിട്ട് ഹൈവേ പോലീസിൽ വിവരം അറിയിച്ച് അവർ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ അതിലെ ഓട്ടോറിക്ഷയായിട്ട് വന്നു, പ്രമോദ്. അവൻ ആ ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് നോക്കി. മരിച്ചു കിടക്കുന്ന ആളിനെ കാണാൻ വന്നതാണ്, അല്ലാതെ രക്ഷപ്പെടുത്താൻ വന്നതല്ല അന്ന്. ഈ മരിച്ചു കിടക്കുന്ന ആളിനെ കാണാൻ വന്നപ്പോൾ ഞാൻ കമന്ന് കിടക്കുന്ന എൻ്റെ പാൻറ്റും ഷർട്ടും കണ്ടപ്പോൾ പ്രമോദിന് മനസ്സിലായി ഇത് ടോമിയാണ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത് ടോമിയാണ്, ഞാൻ അറിയും എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ എടുത്തു. അപ്പോൾ അവിടെ നിന്നവരൊക്കെ പറഞ്ഞു കൊണ്ടുപോകരുത്, ഇത് ആൾ മരിച്ചതാണ്, പോലീസ് വരട്ടെ. അദ്ദേഹം പറഞ്ഞു മരിച്ച ആളിൻ്റെ പേരിൽ എന്ത് കേസെടുക്കാനാണ്. അങ്ങനെ അദ്ദേഹം എന്നെ എടുത്തു, നേരെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു, എടാ ടോമി മരിച്ചുപോയി. അപ്പോൾ കൂട്ടുകാർ പെട്ടെന്ന് അവിടുന്ന് വേറൊരു കാറെടുത്ത് എന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് എടുത്ത് കാറിൽ കടത്തി നേരെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ സമയം രാത്രി 8:30 മണി കഴിഞ്ഞു. അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പറഞ്ഞപ്പോൾ സമയം 8:30 മണി കഴിഞ്ഞു, ഈ ആൾ മരിച്ചുപോയി, അതുകൊണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം ഇല്ല, മോർച്ചറി ഇല്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ നേരെ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ സമയം 9:30 മണി കഴിഞ്ഞു. അപ്പോഴേക്കും അവിടെ നാട്ടിലൊക്കെ ഒരു പറഞ്ഞ് ടോമി വണ്ടി അപകടത്തിൽ മരിച്ചുപോയി, മോർച്ചറിയിലൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ പന്തലിടാനുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ വീടിൻ്റെ അയൽവക്കത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല അന്നേരം. എൻ്റെ ഭാര്യയും 2 കുഞ്ഞു മക്കളും ഉണ്ടെന്ന് എനിക്ക്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചു. 9:30 മണി കഴിഞ്ഞു മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ചു. അവർ പറഞ്ഞു ഇത് ആൾ മരിച്ചുപോയി, ഇനി നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോസ്റ്റ്മോർട്ടത്തിനായി ഇവർ എന്നെ നേരെ മോർച്ചറിയിലോട്ട് വിട്ടു. മോർച്ചറിയിലോട്ട് എൻ്റെ കൂട്ടുകാർ കൊണ്ടുപോകുമ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ഒരു ഡോക്ടർ വരുന്നത്. ആ ഡോക്ടറുടെ പേര് ഫാത്തിമ. നീലയും വെള്ളയും സാരിയാണ് ഉടുത്തിരുന്നത്. ഡോക്ടർ ചോദിച്ചു എന്തു പറ്റി. അപ്പോൾ പറഞ്ഞു ഇത് വണ്ടി അപകടത്തിൽ മരിച്ചു പോയതാണ്. ഓക്കെ, അവിടെ നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തി. ഡോക്ടർ എൻ്റെ കയ്യെ പിടിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഈ ആൾ മരിച്ചിട്ടില്ല. കൂട്ടുകാർ പറഞ്ഞു അല്ല മരിച്ചു പോയതാണ്. അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇല്ല മരിച്ചിട്ടില്ല, എൻ്റെ ചേംബറിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടുകാർ നേരെ എൻ്റെ ട്രോളി തള്ളി ഡോക്ടറുടെ ചേംബറിലോട്ട് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു രാത്രി 2:30 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും, നിങ്ങൾ പുറത്ത് നിന്നോളാൻ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരെല്ലാം പുറത്ത് നിന്നു. അങ്ങനെ രാത്രി 2:30 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. 2:30 മണി ഡോക്ടർ പറഞ്ഞു 3 മണിക്ക് ബോധം തെളിയും. ആ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് 3 മണിക്ക് ബോധം തെളിഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ചുറ്റും എൻ്റെ കൂട്ടുകാർ നിൽപ്പുണ്ട്. എനിക്ക് വേറെ ഒന്നും മനസ്സിലായി. ഞാൻ എന്തു പറ്റി എന്ന് ചോദിക്കാനായിട്ട് ഞാൻ വാ തുറക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് എൻ്റെ സംസാരശേഷി പോയി. ഞാൻ കൈകൊണ്ട് ആക്ഷൻ എടുത്ത് ചോദിച്ചു എന്തു പറ്റി. കൂട്ടുകാർ കൈകൊണ്ട് കാണിച്ചു മിണ്ടണ്ട. ഞാൻ വീണ്ടും ചോദിച്ചു എന്തു പറ്റി. അവർ പറഞ്ഞു മിണ്ടണ്ട എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെയായി, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ നിർബന്ധം പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. എല്ലാം കൈകൊണ്ടാണ് ആക്ഷൻ കാണിക്കുന്നത്. അങ്ങനെ രാവിലെ ഡിസ്ചാർജ് വാങ്ങി എന്നെ കൂട്ടുകാർ ഓട്ടോറിക്ഷയിൽ എടുത്താണ് ഇരുത്തിയത്. ഓട്ടോറിക്ഷയിൽ എടുത്തിരുത്തി ഓട്ടോറിക്ഷയിലെ കണ്ണാടിയിൽ കൂടെയാണ് എൻ്റെ മുഖം ഞാൻ കാണുന്നത്. എൻ്റെ മുഖം കണ്ട ഞാൻ തന്നെ പേടിച്ചു പോയി. അത്ര വളരെ വികൃതമായി പോയി എൻ്റെ മുഖം. ഉടനെ ഞാൻ അവരോട് പറഞ്ഞു ഒരു തോർത്ത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു തോർത്ത് മേടിച്ചുകൊണ്ട് വന്ന് മൂടി കെട്ടിയിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നു. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മുഖത്തോട്ട് ഒറ്റ നോട്ടേ നോക്കുകയുള്ളൂ. അവൾ വലിയവായിലെ കരഞ്ഞു. കൂട്ടുകാരെന്നെ എടുത്ത് കട്ടിലെ കിടത്തിയിട്ട് പോയി. 23 ദിവസം ഒരു കൈക്കുഞ്ഞിനെ അമ്മമാർ നോക്കുന്നത് പോലെ എൻ്റെ ഷേർലിയമ്മ എന്നെ നോക്കി. ഭക്ഷണമല്ല എനിക്ക് വാരിത്തന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു തന്നു. 23 ദിവസം കൊണ്ട് എൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങി. പക്ഷേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. എൻ്റെ മുഖം അല്ലാതെ വികൃതമായിട്ടായിരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുക. ഒരു ദിവസം ഞായറാഴ്ച വൈകിട്ട് 8:30 മണിക്ക് ശാലോമിൽ ഒരു പ്രോഗ്രാമുണ്ട്, അഭിഷേകാഗ്നി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വട്ടായിലച്ചനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ എനിക്കൊരാഗ്രഹം അട്ടപ്പാടിക്ക് പോകണമെന്ന് തോന്നി. അങ്ങനെ അട്ടപ്പാടിക്ക് പോയി. അവിടെ ചെന്നു ധ്യാനം കൂടി. അവിടെ കേട്ട വചനങ്ങളെല്ലാം ഞാൻ എഴുതിയെടുത്തു. 1-ാമത്തെ ദിവസം പറഞ്ഞ വചനങ്ങളെല്ലാം എഴുതിയെടുത്തു. 2-ാമത്തെ ദിവസം പറഞ്ഞ വചനങ്ങളെല്ലാം എഴുതിയെടുത്തു. ഒരു നല്ല കുമ്പസാരം ഞാൻ നടത്തി. 3-ാമത്തെ ദിവസം ബുധനാഴ്ച കൗൺസിലിംഗ് നടത്തിയത് ബേബി എന്ന് പറഞ്ഞൊരു ബ്രദറാണ്. അദ്ദേഹം എന്നെ കൗൺസിലിംഗ് നടത്തിയിട്ട് പറഞ്ഞു പോകുമ്പോൾ രാജു എന്ന് പറഞ്ഞൊരു മകൻ അവിടെയുണ്ട്, ആ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ രാജു ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പോയി പ്രാർത്ഥിച്ചു. രാജു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രാജു ബ്രദർ പറഞ്ഞു എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു
നിന്റെ മുഖം ശരിയാകുകയും ചെയ്യും, നീ അനേകം പേരോട് സുവിശേഷം പറയുകയും ചെയ്യും. ഞാൻ ഇത് കേട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി. എൻ്റെ മുഖം ഞാൻ തപ്പി നോക്കി, എൻ്റെ മുഖത്ത് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന് നോക്കി. എൻ്റെ മുഖത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ മുണ്ടേ പിടിച്ച് വലിച്ചു നോക്കി. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി. വീണ്ടും അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മുഖം ശരിയാവുകയും ചെയ്യും, നീ അനേകം പേരോട് സുവിശേഷം പറയുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞപ്പോഴൊന്നും എനിക്കൊരു മാറ്റവും വന്നില്ല. ഞാൻ അവിടെ എഴുന്നേറ്റ് പോയി. അവിടുന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് അവിടെ വെച്ചൊരു മാറ്റവും വന്നില്ല. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് ഒരു 10 ദിവസത്തോളം വീട്ടിൽ തന്നെ ഇരുന്നു. ഒരു മാറ്റവും വന്നില്ല. എൻ്റെ വീട് പട്ടിണിയാവുമെന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ഒരു സ്വരം ഞാൻ കേട്ടു, നിൻ്റെ മുഖം ശരിയാവുകയും ചെയ്യും, നീ അനേകം പേരോട് സുവിശേഷം പറയുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, രാജവർദ്ധൻ ഇവിടെ എങ്ങാണ്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി, രാജവർദ്ധനെ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ വീണ്ടും മുമ്പോട്ട് നടന്നു. വീണ്ടും മുമ്പോട്ട് നടന്നപ്പോഴാണ് വീണ്ടും അതേ സ്വരം തന്നെ, നിൻ്റെ മുഖം ശരിയാവുകയും ചെയ്യും, നീ അനേകം പേരോട് സുവിശേഷം പറയുകയും ചെയ്യും. ഞാൻ ഈ സ്വരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഉടൻ തന്നെ കർത്താവിനോട് തിരിച്ചടിച്ചു, കർത്താവേ, നീയാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൂടി നീ പറയണം. ഉടൻ തന്നെ മറുപടി വന്നു, നീ പോയി ഡയറി എടുക്കുക. അന്ന് അവിടെ ധ്യാനകേന്ദ്രത്തിൽ പറഞ്ഞ എല്ലാ വചനങ്ങളും, ഒട്ടുമിക്ക വചനങ്ങളും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി ഡയറി എടുത്തു. ആ ഡയറി എടുത്ത് ഞാൻ വായിച്ചു നോക്കി. 1-ാമത്തെ പേജിൽ കുറേ വചനം എഴുതി വെച്ചിട്ടുണ്ട്, 2-ാമത്തെ പേജിലും കുറേ വചനം എഴുതി വെച്ചിട്ടുണ്ട്, 3-ാമത്തെ പേജിലും കുറേ വചനം എഴുതി വെച്ചിട്ടുണ്ട്, 4-ാമത്തെ പേജിലും കുറേ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനങ്ങൾ ഒക്കെ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ 4-ാമത്തെ പേജിൽ 3-ാമത്തെ വചനത്തിൻ്റെ അടിയിൽ 3 വര വരച്ച് വെച്ചിട്ടുണ്ട്. ആ വര വരച്ച വചനം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അന്നുവരെ സുവിശേഷം അറിയാത്ത ടോമി അന്ന് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കി. ആ വചനം ഇപ്രകാരമാണ്, മർക്കോസ് 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ വചനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ വചനം ഞാനൊരു പേപ്പറിലോട്ട് എഴുതി. ഒരു കൈ എൻ്റെ പേപ്പറിലോട്ട് വെച്ചു, ഒരു കൈ എൻ്റെ മുഖത്തും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മുഖം നേരെയാക്കി തരണമേ, എൻ്റെ മുഖം നേരെയാക്കി തരണമേ. ഞാൻ പ്രാർത്ഥിച്ചു, ഒരു മാറ്റം ഉണ്ടായില്ല. 2-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, ഒരു മാറ്റം ഉണ്ടായില്ല. 3-ാമത്തെ ദിവസം വീണ്ടും ഡയറി എടുത്തു. ആ ഡയറി എടുത്ത് 5-ാമത്തെ പേജിൽ 2-ാമത്തെ വചനം, യോഹന്നാൻ 15:7, എൻ്റെ വചനം നിന്നിൽ വസിക്കുകയും നീ അതിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വചനത്തിൻ്റെ അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസം പ്രാർത്ഥിച്ച, ഒരു മാറ്റം ഉണ്ടായില്ല. വീണ്ടും ഡയറി എടുത്തു. 6-ാമത്തെ പേജിൽ 7-ാമത്തെ വചനം, 6-ാമത്തെ പേജിൽ 7-ാമത്തെ വചനം, ഹബക്കൂക്ക് 1:5, മനുഷ്യരുടെ ഇടയിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി ദൈവം ഇതാ ചെയ്യാൻ പോകുന്നു. കർത്താവ്, ഈ വചനത്തിൻ്റെ അധികാരം എൻ്റെ മേൽ പ്രകടമാകട്ടെ. ഇത് പറഞ്ഞ് ഞാൻ അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, ഒരു മാറ്റം ഉണ്ടായില്ല. വീണ്ടും ഡയറി എടുത്തു. അങ്ങനെ 7-ാമത്തെ പേജിൽ 2-ാമത്തെ വചനം, ലൂക്ക 11:8, അവൻ്റെ നിർബന്ധ നിമിത്തം ഞാൻ എഴുന്നേറ്റ് അവന് വേണ്ടത് കൊടുക്കും. എനിക്ക് ആ വചനം വളരെ ഇഷ്ടപ്പെട്ടു. ആ വചനം ഞാൻ പേപ്പറിലോട്ട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇതിലൊന്നും ഒരു പ്രയോജനമില്ല. അങ്ങനെ വളരെ വിഷമത്തോடு ഇരുന്ന് ഞാൻ എൻ്റെ ഡയറി മറിച്ചു. അവസാനത്തെ പേജിൽ ഒരു വചനം ചെരിച്ചെഴുതിയിട്ടുണ്ട്, മത്തായി 8:7. മത്തായി 8:7, യേശു പറഞ്ഞു, ഞാൻ വന്ന് നിന്നെ സുഖപ്പെടുത്തും. എനിക്ക് ആ വചനം വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ ശരീരത്തെ നിൻ്റെ ആലയമായി ഞാനിതാ സമർപ്പിക്കുന്നു, എന്നെ നീ സുഖപ്പെടുത്തണമേ. ഇത് പറഞ്ഞ് 1-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, 2-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, 3-ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 8:30, 9, 9:30, 10, 10:30, 11, 11:30, 11:45 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് ഒരു ലൈറ്റ് അടിച്ചു എൻ്റെ മുഖത്തോട്ട്. ലൈറ്റ് അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, അന്ന് എൻ്റെ വീടിരിക്കുന്ന ഒരു ഓടിട്ട വീടാണ്, പഴയ വാടക വീടാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലൂടെ ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡിലൂടെ വണ്ടി പോകാറുണ്ട് വല്ലപ്പോഴും. ആ വണ്ടി പോയാൽ കൃത്യം ലൈറ്റ് എൻ്റെ മുഖത്തടിക്കും. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. 2-ാമതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ 2-ാമതും എൻ്റെ മുഖത്തോട്ട് ലൈറ്റ് അടിച്ചു. 2-ാമത് എൻ്റെ മുഖത്തോട്ട് ലൈറ്റ് അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തോ സംഭവിക്കുന്നുണ്ട്. എൻ്റെ മുഖത്ത് ആരോ തൊട്ടിട്ടുണ്ട്, എൻ്റെ തോളിൽ ആരോ കൈ വെച്ചിട്ടുണ്ട്. എൻ്റെ വാരിയലൊക്കെ പൊട്ടിപ്പോയതായിരുന്നു, എൻ്റെ വാരിയലിലൊക്കെ ആരോ കൈ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഹബക്കൂക്ക് 1:5, മനുഷ്യരുടെ ഇടയിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി ദൈവം ഇതാ ചെയ്യാൻ പോകുന്നു. കർത്താവ്, ഈ വചനം എൻ്റെ മേൽ പ്രകടമാകട്ടെ. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ 3-ാമതും ലൈറ്റ് അടിച്ചു. 3-ാമത് ലൈറ്റ് അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പെട്രോൾ ഒഴിച്ച് തീ കത്തുന്നത് പോലെ എൻ്റെ മുഖം കത്തുന്നുണ്ട്. എനിക്ക് മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന്, അന്നുവരെ ഞാൻ വാ തുറന്നൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. വാ ഇങ്ങനെ ചെരിച്ചു പിടിച്ചാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അന്ന് വാ തുറന്ന് വിളിച്ചു, ഷേർലി അമ്മേ. എൻ്റെ ഭാര്യയുടെ പേര് ഷേർലി എന്നാണ്. ഷേർലി അമ്മയെ വിളിച്ചു. ഷേർലി അമ്മയുടെ ഞാൻ പറഞ്ഞു, വാതിൽ തുറക്കടി. ഷേർലി അമ്മ വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മുഖം. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ്. ഇന്ന് ഇവിടെ കാണുന്ന ഈ വായ എൻ്റെ ഇവിടെ അല്ലായിരുന്നു, ഈ സൈഡിലോട്ട് തിരിഞ്ഞു. എൻ്റെ മുഖം ഇങ്ങനെ തിരിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് ഭക്ഷണമൊക്കെ നേരിട്ട് സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിത പങ്കാളി എനിക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം ഇങ്ങനെ വാരി തരും. തല ഇങ്ങനെ ചെരിച്ചു പിടിക്കണം. എനിക്ക് നേരെ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കത്തില്ലാത്തതുകൊണ്ട് തല ചെരിച്ചു പിടിക്കണമായിരുന്നു. എൻ്റെ ഈ മുഖത്ത് 17 കുത്തിക്കെട്ടാണ്, ഇവിടെ മുതൽ ഇവിടെ വരെ. ഇപ്പോൾ ഇനി കണ്ണിൻ്റെ ഇവിടെ ഈ ഒരു ചെറിയ ചുരുക്കം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഒരു പാട് പോലും ഇല്ലാതെ സൂക്ഷിച്ച് നോക്കിയാൽ ആ പാട് കാണാം, കുത്തിക്കെട്ടിയ പാടുകളൊക്കെ കാണാം.
ഒരു പാടുപോലും ഇല്ലാതെ എൻ്റെ മുഖം നേരെയാക്കി. ഇതിനകത്ത് വേറൊരു സംഭവം ഉള്ളത്, എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത് 8 മണിക്കാണ്. രാവിലെ 8 മണിക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ എന്നെ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ഒപ്പിട്ടാലേ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇന്നുപോലെ ആ ടോമി ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ ഓപ്പറേഷൻ ഡോക്ടറെ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ പേപ്പറും കൊണ്ട് ഇവർ ചെന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഡോക്ടർ അന്ന് അവിടെ. അപ്പോൾ ചോദിച്ചു, ഏതാ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തത്? അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഫാത്തിമ എന്ന് പറയുന്ന ഡോക്ടറാണ്. ഏത്? അപ്പോൾ കൂട്ടുകാരോട് അവർ അടയാളം പറഞ്ഞു, നീലയും വെള്ളയും സാരിയാണ് അന്ന് ഡോക്ടർ ഉടുത്തിരുന്നത്. ആ പിറ്റേ ദിവസത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ പറഞ്ഞു, അങ്ങനെ ഒരു ഡോക്ടർ ഇവിടെ ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴും അങ്ങനെ ഒരു ഡോക്ടറില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരൻ പ്രമോദിൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ പ്രശാന്ത് ഒപ്പിട്ടാണ് ഞാൻ അന്ന് ഡിസ്ചാർജ് വാങ്ങി പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ കൂടുതൽ അനുഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ പരിയാരം മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് ആശാരിപ്പറമ്പിൽ അച്ഛനുമായിട്ട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തു. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ. അച്ഛന് ഞാനിവിടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, ടോമി, നിന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടിട്ടില്ല അച്ഛാ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ അടയാളം? നിനക്കറിയാവുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛാ നീലയും വെള്ളയും സാരിയാണെന്നാണ് കൂട്ടുകാർ പറഞ്ഞിരുന്നത്, ഫാത്തിമ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ തൊട്ടടുത്ത് ഒരു ഫാത്തിമ മാതാവിൻ്റെ രൂപം ഇരിപ്പുണ്ട്. ആ രൂപം കാണിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ടോമി, ഇതാ നിന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറും. പ്രിയപ്പെട്ട ദൈവജനമേ, 2 ആശുപത്രിയിൽ നിന്ന് മരിച്ചു എന്ന് തന്നെ റിപ്പോർട്ട് വന്നതാണ് എൻ്റെ പേരിൽ. എന്നാൽ ഫാത്തിമ മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിൽ എനിക്ക് രണ്ടാമതൊരു ജന്മം നൽകി. ഞാനൊരു പുതിയ സൃഷ്ടിയായി തീരാൻ കർത്താവ് എനിക്ക് ഇട തന്നു. അന്ന് സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിച്ച് വചനം എടുക്കുന്ന ഒരു ശുശ്രൂഷ അന്ന് അവിടെയുണ്ട്. അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം എടുത്തത് സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ കോർഡിനേറ്ററായ സാബു കാസർഗോഡാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെടുത്ത വചനം ഇപ്രകാരമായിരുന്നു. പുറപ്പാട് 9:16, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനത്തിൻ്റെ ശക്തി അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ വചനം ഓരോ ദിവസവും പ്രകടമായിക്കൊണ്ടിരുന്നു. 2016 എൻ്റെ ജീവിത പങ്കാളി ഭരണജ്ഞാനം ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഭർത്താവ് ഇന്നലെ ഒരു സുവിശേഷകനാണെന്നൊന്നും പറഞ്ഞില്ല. അവൾക്ക് വേണ്ടി അവൾ കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് കർത്താവ് ഒരു സന്ദേശം തരുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്, പുറപ്പാട് 9:16. അവൾ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ടോമിച്ചായ, എനിക്ക് അന്ന് ടോമിച്ചായന് വേണ്ടി പ്രാർത്ഥിച്ച് അവർ തന്ന വചനം ഇതാണ്, പുറപ്പാട് 9:16. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന മറിയത്തിനോട് ദൈവദൂതൻ പറഞ്ഞ അതേ ശക്തി എൻ്റെ മേലും ആവസിക്കാനിടയായി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഫാത്തിമ വർഷം ആചരിക്കുന്ന ഈ വേളയിൽ ഫാത്തിമ മാതാവിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലിലാണ് എനിക്ക് രണ്ടാമതൊരു ജീവിതം ഉണ്ടായത്. മരിച്ചു എന്ന് എല്ലാവരും വിധി എഴുതുകയാണ്. കാരണം എൻ്റെ മരിച്ചടക്കിനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തൊട്ടയൽവക്കത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പന്തലിടാനുള്ള സാധനങ്ങളൊക്കെ. പക്ഷേ ദൈവികമായ ഇടപെടലിൽ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറയാൻ ഒരവസരം ദൈവം തന്നു. അത് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.